കേറുമ്പോഴേ ഒരു വിഷമം വരുന്നല്ലേ. എനിക്ക് വിഷമം വരുന്നടാ. ലക്ഷ്മി ഇവളുണ്ടാക്കിയതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചാലക്കുടിക്കാരൻ മണിച്ചേട്ടൻ, അന്തരിച്ച കലാകാരൻ എന്ന് പറയാനായിട്ട് എൻ്റെ മനസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുന്നില്ല. കാരണം പുള്ളി മരിച്ചെന്ന് ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അതിലെ ഒരാളാണ് ഞാനും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി മരിച്ച സമയത്തൊക്കെ ഒരു സിനിമാ നടൻ മരിച്ചിട്ട് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് മണിച്ചേട്ടനാണ്. ആദ്യമായിട്ട് ഒരു നടൻ മരിച്ചതിൻ്റെ പേരിൽ സങ്കടം തോന്നിയത് മണിച്ചേട്ടൻ മരിച്ചപ്പോഴായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വാർത്താ ചാനലുകളൊക്കെ ആ ഒരു മരണം റിപ്പോർട്ട് ചെയ്തതും അവിടെ ചെന്ന് വീഡിയോ, അതായത് പോയി കവർ ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്തോരം ജനങ്ങളായിരുന്നു പുള്ളി അവസാനം നോക്ക് കാണാൻ അവിടെ ചെന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആളുകൾക്ക് എന്തോരം ഇഷ്ടമാണ് നമ്മളിലെ ഒരാളായിട്ടുള്ള മണിച്ചേട്ടനെന്ന്. ഇപ്പോൾ മണിച്ചേട്ടൻ്റെ മകള് ഡോക്ടറായിരിക്കുകയാണ്. അപ്പോൾ മണിച്ചേട്ടൻ്റെ മോളുടെ കൂട്ടുകാരികളൊക്കെ ഈ കഴിഞ്ഞ ദിവസം മണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു പെൺകുട്ടിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആ കുട്ടി മണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നതും ഈ ഒരു ശ്രീലക്ഷ്മിയായിട്ട് സംസാരിക്കുന്നതും അവർ പാടിയിൽ പോയതും ഒക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ആ പെൺകുട്ടിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം തോന്നി വീണ്ടും. കാരണം വേറൊന്നുമല്ല, ഞാൻ വിചാരിച്ചു നമ്മളെപ്പോലുള്ള ഈ 90s കിഡ്സിനൊക്കെ ആയിരിക്കും കൂടുതൽ മണിച്ചേട്ടനുമായിട്ട് ആ ഒരു കണക്ഷൻ ഉള്ളത്, മണിച്ചേട്ടൻ പോയതിൽ സങ്കടമുള്ളത്, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും മുമ്പുള്ള ആളുകൾക്കായിരിക്കും ഒരു സങ്കടം കാണുന്നതെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ ഈ ഒരു 20s കിഡ്സിനൊന്നും അത്ര വലിയ വിഷമവും അല്ലെങ്കിൽ അത്ര കണക്റ്റഡ് ആയിരിക്കില്ല മണിച്ചേട്ടനോടും മണിച്ചേട്ടൻ്റെ ആ ഒരു പാട്ടുകളോടും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു മണിച്ചേട്ടൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ആ ഒരു കുട്ടികൾ അവിടെ ചെന്നപ്പോൾ എടുത്ത ആ ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടി ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വിഷയവുമായി റിലേറ്റ് ചെയ്ത് സംസാരിക്കാനുണ്ട്. ഫസ്റ്റ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. കേറുമ്പോഴേ ഒരു വിഷമം വരുന്നല്ലേ. എനിക്ക് വിഷമം വരുന്നടാ. ലക്ഷ്മി മണിച്ചേട്ടന് കിട്ടിയ അവാർഡുകളൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടി സംസാരിക്കുന്നതാണ്. ആ പെൺകുട്ടി അത് പറയുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിൽ തട്ടിയത് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. കാരണം വിഷമം വരുന്നു എന്നുള്ളത്. കാരണം മണിച്ചേട്ടൻ ഇല്ല, മണിച്ചേട്ടൻ്റെ ഓർമ്മകളുള്ള ആ ഒരു വീട്ടിൽ മണിച്ചേട്ടൻ്റെ അവാർഡുകൾ, കിട്ടിയ അവാർഡുകളൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പോലും സത്യം പറഞ്ഞാൽ ഒരു മിസ്സിങ് അടിക്കുന്നുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ കണ്ട കുട്ടികളായിരിക്കും ഇതെല്ലാം. ഉറപ്പായിട്ടും പുള്ളിയുടെ സിനിമകൾ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ആ സിനിമകൾ കണ്ട ആ മനുഷ്യനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പോലും ആ പുള്ളിയുടെ വിയോഗത്തിൽ സങ്കടപ്പെടാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് സങ്കടപ്പെടുന്നത് കാണുമ്പോഴത്തേക്ക് മനസ്സുകൊണ്ടൊരു സന്തോഷം ഉണ്ടോ, അത് ആ പുള്ളിക്ക് വേണ്ടിയിട്ടാണ്. ആ പുള്ളിയെ ആളുകൾ ഇന്നും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതുണ്ട്. അതിപ്പോഴും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു സങ്കടം? പുള്ളിയെ പറ്റി എപ്പോൾ കേട്ടാലും, ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു, എന്നിട്ടും ഒരു സിനിമാ നടനെ ആളുകൾ ഇത്രയും അധികം നെഞ്ചിലേറ്റുന്നുണ്ടെങ്കിൽ അത് മണിച്ചേട്ടനായതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഇടയിലുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ പുള്ളിയുടെ മരണാവസാനം വരെ പുള്ളി അങ്ങനെ തന്നെ ജീവിച്ചത് കൊണ്ടാണ് അല്ലേ? എന്തായാലും ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇവളുണ്ടാക്കിയതാണ്. എന്താണ് ഇതെന്തുവാ, ക്ലേ ആണോ? ടാലന്റഡ് ഗേൾ ഓഫ് ദി ഇന്ത്യ. ഇതിന്റെ പെയിന്റ് അടിച്ചതും അവളാണ്. എടാ, ഇത് പെയിന്റ് അടിച്ചതും നീയല്ലേ ശ്രീലക്ഷ്മി? ഇത് ഫുള്ള് നീ അടിച്ച നീയല്ലേ? അതെല്ലാം അടിച്ചത് അവളാണ്. ഇപ്പൊ ഞാനെ പറ്റി പറഞ്ഞോ. അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. അതുകൂടാതെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇത് കേട്ടപ്പോഴത്തേക്ക്, അതായത് ആ കുട്ടി ഓരോ ഈ ക്ലേ മോഡലിംഗ് പരിപാടികൾ ചെയ്യും, പെയിന്റ് ചെയ്യും, ഇങ്ങനത്തെ കലാവാസനയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് സത്യം പറഞ്ഞാൽ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അഹങ്കാരമൊന്നും ആ ഒരു കുട്ടിക്ക് ഉള്ളതായിട്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പാടിപ്പറഞ്ഞ് നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സിനിമയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു കുട്ടിയെ. അതിനുള്ള കുറച്ച് കഴിവുകളുണ്ട്. ഡോക്ടർ ആവുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൂടാതെ അവൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട്. അതൊന്നും നാട്ടുകാരെ അറിയിക്കാതെ ആ കുട്ടി, അതിൻ്റെ എളിമയാണ് സത്യം പറഞ്ഞാൽ എനിക്കവിടെ മനസ്സിലായത്. ഇപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ അടുത്തായിട്ട് നമ്മൾ കുറച്ച് ആളുകളെ കാണുന്നുണ്ട്.
അതായത് ഹസ്ബൻഡ് മരിച്ചതിൻ്റെ പുറത്ത് നടക്കുന്ന സ്ത്രീകളും മനസ്സിലാവുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞു വന്നപ്പോൾ തമ്മിൽ കണ്ടല്ലോ. ഞാൻ പറയാം, അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ കാണിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഈ വീഡിയോ ഞാൻ കുറച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ ഒരിടത്ത് പോലും മണിച്ചേട്ടൻ്റെ ഭാര്യയെ ഞാൻ കണ്ടില്ല. കാരണം അവരൊക്കെ അവരുടെ ജീവിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ പേര് പറയും ഇവിടെ ചില ആളുകൾക്ക് അങ്ങനെ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് അവർ പലതും കാണിച്ച് നടക്കുന്നതെന്ന്. കാണിച്ച് നടന്നോട്ടെ, ജീവിക്കണ്ടേ, മനുഷ്യന്മാരല്ലേ, കാണിച്ച് നടന്നോട്ടെ. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റിന് അപ്പുറേ പോകുന്ന ഒരു വ്യക്തിയെ പറ്റിയൊക്കെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ആ ഒരു ശവകുടീരമൊക്കെ കാണിക്കാനൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളിൽ കുറേ പേരൊന്നും അത് കണ്ടു കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ കണ്ടവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി, കാരണം മണിച്ചേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര കേട്ടാലും മതിയാവാത്ത ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് മാത്രം ഈ വീഡിയോയുടെ കുറച്ചും കൂടെ നിങ്ങളൊന്ന് കാണുക. ശ്രീലക്ഷ്മിനെ ഫോളോ ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ദിസ് ഈസ് അവർ ശ്രീലക്ഷ്മി. ഇപ്പൊ പറഞ്ഞു കേട്ടോ, അവള് ഫേമസ് ആയിന്ന്. ഇവളെ ഞാൻ ഫേമസ് ആക്കണോ? ഇതിന്റെയൊക്കെ താക്കോല് നിന്റെ കയ്യിലുണ്ടോ? ഓ, തുറന്ന്. ആ നമ്മൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഇന്ന് ഇവിടെ ആരും വന്നില്ല, അല്ലെങ്കിൽ തിരക്കായിരിക്കത്തില്ലേ എപ്പോഴും. ആയിരുന്നോ? അല്ല, അവിടുന്ന് കേറാനായിട്ട് നിങ്ങൾ പൂട്ടിയേക്കാണോ? ഇത് അച്ഛൻ്റെ ബുള്ളറ്റ് അല്ലേ? മണിച്ചേട്ടന്റെ ബുള്ളറ്റാണ് അതായിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ ചെല്ലുന്നുണ്ട്, കേട്ടില്ലേ? അവർ ആ ഫ്രണ്ടിലത്തെ ആ ഒരു സൈഡിലെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടിരിക്കുക. കാരണം ഇപ്പോഴും ആളുകൾ ചെല്ലും ആ ഒരു വ്യക്തിയെ കാണാൻ. അത് തന്നെയല്ലേ പുള്ളിയുടെ കുടുംബത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം. ആ ഒരു മനുഷ്യനെ ഇന്നും നമ്മളെല്ലാവരും ഓർത്തിരിക്കുക എന്ന് പറയുന്നത്. ഒരു കലാകാരൻ എന്ന രീതിയിൽ, ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിൽ പുള്ളിയെ എന്നും ആളുകൾ ഓർത്തിരിക്കും. അതിപ്പോൾ എത്രയൊക്കെ ഇവിടുത്തെ മഹാനടന്മാരൊക്കെ വന്ന് മരിച്ച് അവർ പോയാലും അവരുടെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഒരു നീയായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും മണിച്ചേട്ടൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയോടെ പറയുന്നത് കേട്ടില്ലേ ശ്രീലക്ഷ്മി? അവളുടെ സുഹൃത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വഴി ഞാനും ഫേമസ് ആയി എന്നൊക്കെ ആ കുട്ടി പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിയൊക്കെ എവിടെ മലയാളിയുണ്ടോ അവിടെ എല്ലാവർക്കും, ആ എല്ലാ മലയാളിക്കും, ഓരോ മലയാളിക്കും മണിച്ചേട്ടൻ്റെ കുടുംബത്തെ അറിയാം. അതിനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വഴി ആ കുട്ടി വരണമെന്നൊന്നുമില്ല. എന്നിട്ട് വരെ അതവിടെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഒരു എളിമയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഇവിടെ പല കലാകാരന്മാരുടെയും ഭാര്യമാരൊക്കെ ഓൺ സ്ക്രീനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് മറന്നു പോകുന്ന കാര്യം അതാണ്. കാരണം പലതും അവർക്ക് ജീവിക്കണം. പല ആളുകളും, ഞാൻ പറഞ്ഞു വരുന്ന ആരെ പറ്റിയാണെന്നൊന്നുകൂടെ പേരെടുത്ത് പറയണോ? രേണുസുതി തമിഴ്നാട്ടിൽ കണ്ടല്ലോ. അവർ ഈ അടുത്തായിട്ട് കാണിക്കുന്ന പരിപാടികളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമായിട്ട് പറയുന്നതല്ല, ഈ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വരും പറഞ്ഞുകൊണ്ട്. കാരണം വേറെ ആ ഒരു ലേഡിയുടെ പല വീഡിയോയിലും ഞാൻ കാണുന്നുണ്ട്. ആ മരിച്ചുപോയ ആ ഒരു കലാകാരന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു ലിമിറ്റ് വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഷോർട്ട് ഫിലിം ചെയ്യുമോ, അവർ റീൽസ് ഇടുവോ, അവർ വോട്ടവോ പ്രൊമോഷൻ ചെയ്യുമോ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ചില കാര്യങ്ങൾ അത് സ്വന്തം ഭർത്താവിനോ ഇല്ലെങ്കിൽ ആർക്കാണെങ്കിലും മോശമുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാനിത് പറയാനുള്ളൊരു കാരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. രേണു ഇട്ട ഒരു റീൽസാണ്. എന്തിനാണ് രേണു അത് എന്തോ എടുത്ത് ഇങ്ങനെ പൊക്കിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്തിനാണിത് കാണിക്കുന്നത്? എന്തിനാണിത് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് ഒരു ഓൺലൈൻ മീഡിയ നിങ്ങൾ സംസാരിക്കുമ്പോൾ വന്ന് കവർ ചെയ്തെടുത്ത വീഡിയോ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ മറച്ചു പിടിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. ഇത് നിങ്ങൾ തന്നെ എടുത്ത, നിങ്ങളുടെ ഫോണിൽ എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം ഇത് എടുക്കുമ്പോഴത്തേക്ക് അത് കാണുന്നുണ്ട്, അത് കാണിക്കണ്ട, അല്ലെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ മറച്ചു പിടിക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളത് എടുത്തു, അപ്പം നിങ്ങളുടെ എന്തോ കാണുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ എടുക്കണ്ട, അത് ഇടണ്ട, അത് പോസ്റ്റ് ചെയ്യണ്ട. ഉടനെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാം. അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എടുക്കുന്ന ഒരു വീഡിയോ ബുദ്ധിമുട്ടായി തോന്നുന്നു, നിങ്ങളുടെ അത് കാണുന്നെന്ന് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് കൂടി നിങ്ങൾ അതെടുത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ കാണിക്കുന്നത്, ഇത് കാണിച്ച ആൾക്കാരെ എൻ്റെ ചാനലിലേക്ക് വരുത്തണം, എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണോ? ഇല്ലെങ്കിൽ അത് വെച്ച് നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇല്ലെങ്കിൽ എന്ത്? ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. അത് കണ്ടു എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമായിട്ട് വാട്ടെവർ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോ ഡ്രസ്സിന് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അത് നിങ്ങൾ മാന്യമായിട്ട് വീഡിയോ എടുക്കുക, നിങ്ങളെന്തോ റീലെടുത്തു, നിങ്ങളത് ഇടുന്നു.
അവിടെ തീർന്നേനെ. പക്ഷെ ആ എടുക്കുന്നതിനകത്ത് വരെ നിങ്ങളിങ്ങനെ മറച്ചു പിടിക്കുന്നു. എന്നിട്ട് അത് എടുത്തിടേണ്ട കാര്യം എന്താണ് ചേച്ചി? ഇടാതിരിക്കാൻ നിങ്ങൾക്ക് വീണ്ടും എടുത്തിടാം. പക്ഷെ അതൊന്നും അല്ല, നിങ്ങളതൊന്നും അല്ല, നിങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ അതല്ല. ഇത് നിങ്ങൾ അറിയാതെ തന്നെ പുറത്തു വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ചീത്തപ്പേരാവും. ആ പാവം കലാകാരനെ എന്തിനാണ് വലിച്ചഴക്കുന്നത്? ഇത് ഞാൻ മാത്രം ചോദിക്കുന്നതല്ല, 100 കണക്കിന് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതൊക്കെ എവിടെയാണെന്നും എന്താണെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഇത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഇതെന്തോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് രേണുസുതി ഒരു ഡ്രസ്സ് ഇടുന്നതാണ്. ഡ്രസ്സൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷേ അതൊരു എന്താണ്, ഈ പാവാടയും ബ്ലൗസും ഇല്ല, അതെന്തോ ആണ് അവർ സ്റ്റൈൽ ചെയ്യുന്നത്. പക്ഷേ ആ സ്റ്റൈൽ ചെയ്യുന്ന ഡ്രസ്സിൻ്റെ അതിൻ്റെ കോലം നിങ്ങളൊന്ന് നോക്കണം. എനിക്ക് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഒരു പാവാടയും ബ്ലൗസും ഇടുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ, ഓരോ ഡ്രസ്സിനും ഓരോ രീതി ഉണ്ടല്ലോ ഇടുന്നത്. എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകൾ എക്സ്പോസ് ചെയ്യാൻ ഇടാം, അതിനകത്തൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഇത് നോക്കിക്കേ നിങ്ങൾ, ഒരു പാവാടയും ബ്ലൗസും ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ ഇടേണ്ടത്? ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ആളുകളെല്ലാം ഇങ്ങനെയാണോ പാവാടയും ബ്ലൗസും ഇടുന്നത്? എൻ്റെ ഒരു സംശയമാണ്. അത് സ്ഥിരം ഇടുന്ന ആളുകൾ പറയുക, ഇടാത്തവർ വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇടുന്ന ആളുകൾ പറയുക ഇങ്ങനെയാണോ ആ സാധനം ഇടുന്നതെന്നുള്ളത്. എക്സ്പോസ് ചെയ്യണം. നിങ്ങൾക്ക് അത് കാണിച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ എന്നിട്ട് പറയുമ്പോൾ അത് നാട്ടുകാർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന്. ഇത് പറയാൻ നിങ്ങൾ ഓരോ ഒപ്പിക്കുന്നതാണ്. നേരത്തെ ആ ഒരു വീഡിയോ ആണെങ്കിലും അത് അതിനുള്ളൊരു എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിളാണ്. പക്ഷേ അതും പോട്ടെ, നിങ്ങൾ കാണിച്ചോ, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് പറയാം. പക്ഷേ ഇവിടെ ഈ ഒരു വീഡിയോ ഇതെന്തിനാണ്? മലയാള തനിമ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഒരുപാട് നിങ്ങൾ നോക്കാൻ പിടിക്കുമൊന്നും വേണ്ട. പക്ഷേ ഒരു ഇടുന്ന ഡ്രസ്സിനോട്, അതിവിടെ ഒരുപാട് ആളുകൾ ഇടുന്നതാണ്, അതാലോചിച്ചിട്ട് ആ ഒരു ഡ്രസ്സിനോടൊരു മാന്യത കാണിച്ചൂടെ? അതൊക്കെ വിട്ട് നിങ്ങൾ പോവുകയാണ്. എന്നിട്ട് ആളുകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പൊക്കി പിടിച്ച് വലിയ സീനാക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കുഴി തോണ്ടുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, 1-2 കമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തേ നോക്കിക്കേ. പല്യമോള്, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, അങ്ങനത്തെയൊക്കെ ഇടുന്നത്. കോപ്പ്, കഷ്ടം, സ്തുതിയെ വിറ്റു തിന്നുന്നു, അതൊന്നും ഞാൻ വായിക്കുന്നില്ല. വർഷങ്ങളോളം നല്ല കലാകാരന്മാരുടെ കൂടെ ജീവിച്ച അവരെക്കാളും 5 വർഷം ജീവിച്ച ഇവളുടെ ഹെഡ് വെയിറ്റ് കഷ്ടം തന്നെ. ഒന്നും ഞാൻ പറയുന്നില്ല. നീ കാരണം ഞാനിപ്പോൾ പുള്ളിയെ തെറി വിളിക്കേണ്ട അവസ്ഥയാണ്. അതായത് സുധിച്ചേട്ടനെ നാട്ടുകാർ തെറി വിളിക്കേണ്ട അവസ്ഥയാണ് ഇവള് കാരണം. ഇത് രേണുസുതി കാണുന്നെങ്കിൽ ഒന്ന് ഓർക്കുക. കേട്ടല്ലോ ആളുകൾ പറയുന്നത്. ആ പാവം മനുഷ്യനെയും കൂടെയാണ് നിങ്ങൾ പറയിപ്പിക്കുന്നതെന്ന് ആലോചിക്കുക. പിന്നെ തെറികൾ ഞാൻ വായിക്കുന്നില്ല. ഒരുപാട് കലാകാരന്മാർ അക്കാലത്ത് പൊലിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഭാര്യമാർ ആരും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടില്ല. അവരുടെ ഭർത്താക്കന്മാരെ പറയിപ്പിച്ചിട്ടില്ല. ഇത് വേറെ എന്തോ ഒരു ജന്മം. സുധിച്ചേട്ടൻ്റെ മരണം വിറ്റ് ജീവിക്കുന്നു. ഇതാണ് സത്യം. ഞാൻ അതുകൊണ്ടാണ് മണിച്ചേട്ടൻ്റെ ആ ഒരു, നിങ്ങൾ കണ്ടല്ലോ മണിച്ചേട്ടൻ്റെ ഭാര്യയൊന്നും ആ വീഡിയോയിലേ വരുന്നില്ല. ആ ഒരു മണിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ, ആ പെൺകുട്ടി പോലും അവളുടെ ജീവിതം നോക്കി, അവളൊരു കലാകാരിയാണ്, അത് അവളുടെ ഇഷ്ടത്തിന് അവൾ ചെയ്ത് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. സുധി, ഈ രേണുസുതി, അവർക്കൊരു കലാകാരി ആണെങ്കിൽ അവർ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യട്ടെ. അവർക്ക് ജീവിക്കണ്ടേ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. അവർക്ക് ജീവിക്കണ്ടേ, അവർ ജീവിക്കട്ടെ. പക്ഷേ ഒരിക്കലും ആ സുധി എന്ന് പറയുന്ന വ്യക്തിയെ പറയിപ്പിക്കരുത് രേണു. നിങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഒരുപാട് ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഒന്നും മനസ്സിലാക്കുക. തെറ്റുകൾ ആർക്കും തെറ്റുകൾ പറ്റും. ഒരുപാട് ആളുകൾ അത് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ഒന്ന് മാറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ സ്വന്തം ആ ഒരു പാവപ്പെട്ട മരിച്ചുപോയ ആ ഒരു സുധിച്ചേട്ടനെ പറയിപ്പിക്കുന്നതിന് തുല്യമാണ് ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോമഡി ഉത്സവം എന്ന് പറയുന്ന ആ ഒരു കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയൊക്കെ വന്നപ്പോഴാണ് പുള്ളിയെ അധികം ആളുകൾ അറിയാൻ തുടങ്ങിയത്. ഇപ്പം അതിലും ഇരട്ടി ആളുകൾ അറിയുന്നുണ്ട് നിങ്ങൾ കാരണം, രേണു കാരണം. പക്ഷെ അതത്ര നല്ല രീതിയിലല്ല എന്നൊന്നും മനസ്സിലാക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിവിടെ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.